2 3 4 ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങളിന്ന് എല്ലാവരും കൂടെ തിരുപ്പതിക്ക് പോവുകയാണ്. ഇത്തവണ ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മയുണ്ട്. ഹായ് പറയൂ അപ്പ അമ്മ. ഓക്കെ, അപ്പോൾ ഈ യാത്രയിലെ വിശേഷങ്ങളും കുറേ പാട്ടിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഗിരിജ. ഇവിടെ ഇതിലേ വരുമ്പോൾ എപ്പോഴും അച്ഛനും അമ്മയും ഇവിടെ ഇറങ്ങിയാണ് ചായ കുടിക്കുന്നത്. ഇവിടെ കൊണ്ടുതരും അല്ലേ ചായ? ആണോ, അങ്ങോട്ട് വരുമോ? ഓക്കെ ഓക്കെ, വെയിലായിരിക്കും. ഇന്നിപ്പോ മഴ ആയതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടു തന്നു. ഞങ്ങളിങ്ങനെ ഇറങ്ങിയപ്പം വന്നപ്പോ തന്നെ അച്ഛനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അല്ലേ, കണ്ടപ്പോ തന്നെ. നല്ല ചായയും നല്ല വടയും നമുക്ക് കേരളത്തിൽ എങ്ങും കിട്ടില്ല. പരിപ്പ് വടയിൽ എന്തൊക്കെ ഇടും? പുതിന, മല്ലിയില, ഇഞ്ചി, കറിവേപ്പില, സവാള, പച്ചമുളക്, ഓക്കെ, എല്ലാം ഇട്ടിട്ടാണ്. ഇത് ഹസ്ബൻഡ് അല്ലേ അവിടെ നിൽക്കുന്നത്? ഓക്കെ. ഇതാണ് വട. ഹായ് സാർ. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹായ്. ഈ റോഡ് എങ്ങനെയുണ്ട് രമേശുന്നു? സൂപ്പർ റോഡ്, നല്ല റോഡല്ലേ? ഇത് സേലം പോണ റൂട്ട് അല്ലേ? ഈറോഡ് ഡിസ്ട്രിക്റ്റ്. ഈ കേരളം കഴിഞ്ഞ പിന്നെ നല്ല റോഡാണ്. കോയമ്പത്തൂരിൽ നിന്ന് സേലം പോണ റൂട്ടിലെത്തി. ഇവിടെ വണ്ടി നിർത്തിയിരിക്കുകയാണ് ചായ കുടിക്കാനായിട്ട്. ആവിൻ ടീ കാപ്പി അച്ഛൻ കൊണ്ടുവരാണ് ചായ. കോഫിക്ക് ടീ ഷുഗർ പോട്ട് ഇതാക്കുമോ? ഇത് ഭവാനി റിവർ ആണല്ലേ? ഇവിടെയുള്ള ക്ഷേത്രമില്ല, ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ. ഈ ലെഫ്റ്റ് സൈഡിലുള്ള അമ്പലത്തിൽ ഞങ്ങൾ പോയതാണ്. എന്താ ചെയ്യണേ? അടുത്ത ട്രിപ്പിന്റെ പാട്ട് സെലക്ട് ചെയ്യാണല്ലേ? ലിസ്റ്റ് ഇടണം. ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് സർപ്രൈസ് ആണ്. എവിടെയെന്ന് പറയണോ? നിങ്ങൾ നേരിട്ട് കണ്ടാൽ മതി, പാട്ട് വരുമ്പം കാണാം. ഏത് സ്പീഡിലാണ് പോകുന്നത് രമേശുന്നു? 100 ഉണ്ടോ? 100 ആണോ? 105. ഇവിടെ സ്പീഡ് ലിമിറ്റ് ഒന്നും ഇല്ലേപ്പാ? സ്പീഡ് ലിമിറ്റ് ഇല്ല. നല്ല റോഡ്. നമ്മളിപ്പോൾ സേലം എത്താറായി. സേലത്ത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, സപ്തവർണ്ണ കാഴ്ചകളിൽ. 1008 ശിവലിംഗം ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രം ഇപ്പം എത്താറായി. ആ ക്ഷേത്രം ഗോപുരം കാണുന്നുണ്ടോ? അത് മാത്രല്ല, അത് ഇങ്ങറ്റത്തുള്ള ഗോപുരമാണ് ഇവരുടെ മെയിൻ അമ്പലം. ആ ഗോൾഡൻ അല്ല, മറ്റേ ഗോപുരം കണ്ടോ, വലിയ ഗോപുരം, അത് ഗോപുരമാണ് അത്. പിന്നെ ഇതെല്ലാം അതിന്റെ ഒരു ചെറിയ ചെറിയ ഗോപുരങ്ങൾ കാണുന്നില്ലല്ലോ. ഈ ബസ്സുകൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇത് സപ്തവർണ്ണ കാഴ്ചകളിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. ഇടയ്ക്കൂടെ കാണാല്ലേ? ഇടയ്ക്കൂടെ കാണാം, മേളിലൊക്കെ കാണാം. കണ്ടോ? ഞങ്ങൾ A2Bയിൽ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. സേലത്തുള്ള A2Bയിൽ. രമേശിന് മീൽസ് ആണോ?
ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ. ചപ്പാത്തി വേണ്ടെന്ന് പറയാമായിരുന്നു. ശ്രേയുടെ ഫേവറേറ്റ് അല്ലേ, എന്താ സാധനം? ആ പൊടിയല്ലേ, ആന്ധ്ര മീൽസിലെ പൗഡറും നെയ്യും കൂടെ. പിന്നെ തമിഴ്നാട്ടിലെ സ്പെഷ്യലായിട്ടുള്ള വത്തക്കുഴമ്പുണ്ട്. വത്തക്കുഴമ്പ് ഇതാണ് ഓക്കെ, വത്തക്കുഴമ്പാണ്. താഴെ ഇരിപ്പുണ്ട്, പക്ഷെ ഒരു വട ഇട്ട് പിന്നെ അങ്ങോട്ട് വരും കേട്ടോ നമ്മുടെ പുറകെ. വേണ്ട മമ്മ വേണ്ട. കാണുന്നില്ല. നിർത്തിയപ്പോ വരുന്ന കണ്ടോ? എവിടെ? അതെ, അത് പോയി. അതേ വട തിന്നണോ? ഇട്ടു ദേ കഴിക്കുക. കഴിച്ചോ? ആ കഴിച്ചു. ദേ പോണു, എടുത്തോണ്ട് പോണ്ട്. കൊണ്ടുപോട്ടെ. കഴിക്കുന്നില്ലല്ലോ, വേറെ ആരെയും നോക്കുവാണ്. അയ്യോടാ, വട കഴിക്കുന്നു. ഒരു മിനിറ്റ്, നല്ല രസം, കാറ്റടിക്കുന്നു. അയ്യോടാ, കാണുന്നുണ്ടോ? അത് കഴിക്കുന്നുണ്ട്. അവന് ഇഷ്ടപ്പെട്ടു. കൊണ്ട് പോണു, ഭാവയും കൊണ്ട് പോണു. കാണുന്നില്ല മമ്മ. ഏകണ്ടല്ലേ ഇത് പേടിക്കണം. ഞങ്ങൾ അങ്ങനെ തിരുപ്പതിയിലെത്തി. കുറച്ച് ലേറ്റായി. കഴിഞ്ഞ തവണ വന്നപ്പോൾ വൈകുന്നേരം 5 മണിക്ക് എത്തിയിരുന്നു. രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വൈകിട്ട് 5 മണിയായപ്പോൾ ഇവിടെ എത്തിയിരുന്നു. ഇതൊരു ഫ്ലാറ്റാണ്, ഹോം സ്റ്റേ ആണ്. നമ്മൾ ലേറ്റ് ആയത് കേരളത്തിലാണ് കേട്ടോ കൂടുതലും ബ്ലോക്ക് കിട്ടിയത്. ആ പണി നടക്കുന്നത്, റോഡ് പണി നടക്കുന്നതുകൊണ്ട്. ഇന്നിപ്പോൾ 8 മണിയായി, രാത്രി 8 മണിയായി ഇവിടെ എത്തിയപ്പോൾ. പക്ഷെ എന്നാലും കേരളം ഇട്ട് കഴിഞ്ഞപ്പോൾ റോഡൊക്കെ നല്ല സൂപ്പറായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമല്ലോ വീഡിയോയിൽ. പിന്നെ ഇപ്പം ഇവിടെ വന്നിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു സാധനം എന്ന് പറയുന്നത് സൂട്ട് കേസ്. ഈ സൂട്ട് കേസ് ഇപ്പം അന്യാധീനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം എങ്ങും കാണാറില്ല അല്ലേ ഇങ്ങനത്തെ സ്യൂട്ട് കേസ്. 1980s, ഇത് എനിക്ക് തോന്നുന്നു 1978 സ്യൂട്ട് കേസാണ്. VIP സൂട്ട് കേസാണ് കേട്ടോ. ഇത് അപ്പ കൊണ്ടുവന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് അപ്പയുടെ കൂടെയുള്ള വീഡിയോസിലൊക്കെ പഴയ ഒരുപാട് സാധനങ്ങൾ അച്ഛൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. കോയിൻസൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു. ഇതപ്പ ഇത്തവണ അപ്പ എന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ തിരുപ്പതിയിൽ പോകുമ്പം എല്ലാ തവണയും തിരുപ്പതി ഭഗവാന് കാണിക്ക ഇടാനായിട്ട് പൂജാമുറിയിൽ പൈസ ഇങ്ങനെ കോയിൻസൊക്കെ എടുത്ത് വയ്ക്കും. അപ്പോൾ അത് ഓരോ തവണ വരുമ്പോഴും ആ തവണ കൂട്ടി വെച്ച പൈസ എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഭണ്ഡാരത്തിലിടും. അപ്പം ഇത്തവണ ഇതിലാണ് അച്ഛൻ ആ പൈസ കൊണ്ടുവന്നത്. എന്നിട്ട് ഈ പൈസ അവിടെ ഇട്ടിട്ട് തിരിച്ച് പോകുമ്പോഴുണ്ടല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരുപ്പതി ഭഗവാനെ തൊഴുക എന്ന് പറയുന്നതും പിന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുപ്പതി ലഡ്ഡു ആണല്ലോ. അപ്പം ആ ലഡ്ഡു ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ലഡ്ഡു. പിന്നെ അവിടെ നാട്ടിലൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ലഡ്ഡുവിന് വേണ്ടി ഓരോരുത്തർ. അപ്പം ലഡ്ഡു വാങ്ങിച്ചിട്ട് ആ ലഡ്ഡു പൊട്ടാണ്ട് കൊണ്ടുപോകാൻ വേണ്ടി അത്ര ഇത് കൊണ്ടുവന്നത്. അതായത് മറ്റേ ബാഗിലൊക്കെ കവറിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അതിൽ പ്രസ്സായിട്ട് ലഡ്ഡു പൊട്ടും. അപ്പം ഇതിലാവുമ്പോൾ പൊട്ടാണ്ട് ഇതിൽ വെച്ച് തിരിച്ചു കൊണ്ടുപോകാം. അതിനു വേണ്ടി അത്ര ഈ സ്യൂട്ട് കേസ് കൊണ്ടുവന്നത്. അപ്പം ഈ വ്ളോഗിൽ ഞാൻ വിചാരിച്ചു ഈ ഒരു വിൻറ്റേജ് സാധനം കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഈ സൂട്ട് കേസ് കാണിച്ചത്. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടോ വീട്ടിൽ? ഒരു ക്ലോക്ക് ഉണ്ട് കേട്ടോ, ഇങ്ങനെ അടിക്കില്ലേ, ഡിങ് ശബ്ദം വരില്ലേ. അതെനിക്ക് ഞാൻ 2ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പം നാഗർകോവിലിൽ തിരുവനന്തപുരത്ത് താമസിച്ചോണ്ടിരുന്നപ്പോ മേടിച്ചുകൊണ്ട് വന്നതാണ്. അത് ഞാൻ ഇനി അടുത്ത വ്ളോഗിൽ കാണിക്കാം. പിന്നെ വേണമെങ്കിൽ ഹോം ടൂർ വേണമെങ്കിൽ ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഫ്ലാറ്റ് ഒന്ന് കാണിച്ചോളൂ വേണമെങ്കിൽ. ഇതൊരു ഹാളാണ്. പിന്നെ 2 ബെഡ്റൂം ഉണ്ട്. ഇവിടെ കിച്ചണാണ്, ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ഒരു ഡൈനിങ് ടേബിള്,
പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം. ഇവിടെ ഒരു ബെഡ്റൂം. ഒരു ഹായ് പറയൂ രമേശൊന്ന്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് സൊമാറ്റോ ഫുഡ് ഓർഡർ ചെയ്തു PS4 ന്ന്. അതായത് ഒരു കോംബോ ആണ്. ഇതെന്തൊക്കെയാണ്? ഇത് പൂരി, ദോശ, പിന്നെ ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലി, പിന്നെ ഇത് പൊങ്കൽ, ഇത്രയും വട. പൊങ്കൽ ഇവിടെ. പൊങ്കൽ, വട, പിന്നെ ദേ മസാല, ചട്നി, ഇത് മറ്റേ കേസരി. കേസരി, ഇത്രയും സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട്. ബിരിയാണി നമ്മൾ ഉണ്ടോ? ബിരിയാണി പറഞ്ഞു, പനീർ ടിക്ക ബിരിയാണി, പിന്നെ ചപ്പാത്തി. ഇത്രേ ഉള്ളൂ. ഇത്ര മതിയല്ലോ. കഴിക്കാപ്പോ. അപ്പം ഞങ്ങൾ ഇന്ന് മേളിൽ തിരുമലയിൽ പോയി തിരുപ്പതി ഭഗവാനെ തൊഴാൻ പോവാണ്. മാലയൊക്കെ തിരുപ്പതി ഭഗവാന്റെ തന്നെ മാലയും കമ്മലുമാണ്. ശ്രേയം കാണിക്കും കമ്മലൊക്കെ. ഇതാണ് ഞങ്ങളുടെ സാരി. അമ്മയുടെ സാരി കാണിക്കാം. വരൂ അമ്മ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ അമ്മയുടെ സാരി. ഇതാണ് ഞങ്ങളുടെ അച്ഛൻ നല്ലൊരു കുർത്തിയൊക്കെ എടുത്തിരിക്കുന്നത്. നല്ല ഒരു ബ്ലൂ കുർത്ത. അപ്പോൾ നമുക്ക് പോയി തൊഴുതിട്ട് വരാം അല്ലേ? തൊഴുതിട്ട് വരാം. ഈ അലിഗിരിയിൽ പോയി ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. മിക്കവാറും 1.5 മണിക്കൂർ എടുക്കും അല്ലേ? അപ്പം നമുക്കിനി അവിടെ പോയിട്ട് പോകുന്ന വഴിയിൽ പറ്റുകയാണെങ്കിൽ വീഡിയോ കൊടുക്കാം അല്ലേ? ഓക്കെ. ഹലോ രമേശ്, ഒന്നും കൂടെ ഹായ് പറയാം. ഓക്കെ. അമ്മ ഇപ്പറൊക്കെ ഇറക്കും ഇതിലെ തിരുപ്പതി താഴെ തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് പോകുന്ന വഴിയാണ്. അളിപ്പിരി ഗേറ്റ് എന്ന് പറയും. അങ്ങോട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിലെ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടോ? അത് മുഴുവനും ഗരുഡനാണ്. നമ്മൾ അയോധ്യയിൽ പോയപ്പോൾ അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് രാമന്റെ അമ്പും വില്ലുമായിരുന്നു. ഇവിടെ മഹാവിഷ്ണുവിന്റെ വാഹനം ഗരുഡനാണ് സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. മോളെ ഒന്ന് സൂം ചെയ്ത് കാണിക്കൂ. കാണിച്ചു. തിരുമല കാണാം ഇവിടെ നിന്ന് തന്നെ. കഴിഞ്ഞ തവണ വന്നപ്പം ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല. താഴെ കൂടെ ട്രാഫിക്കിൽ കൂടെയാണ് പോയത്. ഇപ്പൊ ദാ സിറ്റിയിൽ നിന്ന് നേരെ അളിപിരി ഗേറ്റിലേക്ക് പോകാനായിട്ട് നല്ല ഉഗ്രൻ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് എത്തും. ദാ നേരെ മല കാണാം. കണ്ടോ തിരുമല. ഇവിടെ ഡിവൈഡറിലെല്ലാം ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. തിരുനാമം. അതെ, ശംഖുചക്രനാമം. ചക്രവും ശംഖും. ഇനിയുണ്ട് ഇവിടെ. ഇനിയുണ്ട്. അടുത്തത് പോട്ടെ. തിരുപ്പതി ഒരു വൈബാണല്ലേ ശരിക്കും. അങ്ങനെ നമ്മൾ അളിപിരി ഗേറ്റിലെത്തിയിരിക്കുകയാണ്. മല കയറാനുള്ള എൻട്രൻസ് ആണ്. തിരക്കില്ലല്ലോ. അയ്യോ, തിരക്കുണ്ട്. തിരക്ക് അത്രക്കില്ല. ഞങ്ങളിപ്പോ നിൽക്കുന്നത് അളിപിരി ഗേറ്റിലാണ്. ഇതിലെയാണ് കാറും ബസ്സും ഒക്കെ പോകുന്നത്. ഇവിടെ ചെക്കിംഗ് ഉണ്ടല്ലേ? ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ മല കയറാൻ തുടങ്ങും. അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഞങ്ങളുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്നായി. അതെ 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 അതെ. പോവാം. ഗോവിന്ദ ഗോവിന്ദ. പെട്ടെന്ന് കഴിയും. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നത് അല്ലേ? എന്നാ പോലും ഈ റോഡൊക്കെ കണ്ടോ എന്ത് ക്ലീൻ ആണെന്ന് നോക്കി. ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർ. കണ്ടോ? ഓരോ തവണ വരുമ്പോഴും ഡെവലപ്മെന്റ്സ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒരു 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 വേസ്റ്റ് പോലും ഈ റോഡിലെങ്ങും കാണുന്നില്ല, സൈഡിലും കാണുന്നില്ല. അത് മാത്രമല്ല, പോകുന്ന വഴിയിലെല്ലാം കുടിക്കാനുള്ള വെള്ളമുണ്ട്. അതുപോലെ ക്ലീൻ ആയിട്ടുള്ള ബാത്റൂംസ് ഉണ്ട്. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ
ഉണ്ട്. ഇതും ഇന്ത്യയിൽ തന്നെ അല്ലേ? അപ്പം വേണമെന്ന് വിചാരിച്ചാ ഇങ്ങനെയൊക്കെ നടക്കും അല്ലേ അപ്പാ? ഇത് എത്ര വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നന്നാക്കാനുള്ള ആ സംവിധാനം വരെ ഉണ്ട്. അതിന്റെ ഫോൺ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. റോഡൊക്കെ ഇതാണ്. റോഡ് കണ്ടിട്ടാണ് അതിശയായത്. അതും വൺ വേ ആണ്. അങ്ങോട്ട് പോകുന്നത് ഈ വഴിയില്, വരുന്നത് ഇങ്ങോട്ട് വരുന്നത് വേറെ വഴിയാണ്. ഒരേ വഴിയായിരുന്നു പണ്ട്. എത്ര വർഷം മുമ്പായിരുന്നു അത്? 80s വരെയൊക്കെ, 76, 75 വരെയൊക്കെ ഒരേ വഴിയായിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് 80, 85 വേറെ വഴി പണിതു തോന്നുന്നല്ലേ? അത് താഴെ കാണുന്നു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് ഗവൺമെന്റ് അല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു ഗവൺമെന്റും അല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കംപ്ലീറ്റ് തിരുപ്പതി തിരുമല ദേവസ്വമാണ്. അതിൻ്റെയാണ് ആ ഡിഫറൻസ്. അപ്പോൾ ഇതുപോലെ എവിടൊക്കെ ക്ഷേത്രങ്ങളുണ്ടല്ലേ? തമിഴ്നാട്ടിൽ എത്രയോ ക്ഷേത്രങ്ങൾ, കുംഭകോണത്തും കാഞ്ചീപുരത്തും ഒക്കെ ആയിട്ട്. അവിടെ ഒന്നും ഇത്രയും വൃത്തിയും സൗകര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു ട്രസ്റ്റോ അല്ലെങ്കിൽ ദേവസ്വം അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ നന്നായി കൊണ്ടുപോകാമെന്ന് തോന്നുന്നു. അപ്പൊ പക്ഷെ പത്മനാഭസ്വാമി ക്ഷേത്രം ഇപ്പൊ പിന്നെയും കുറച്ചൊക്കെ ഡെവലപ്മെന്റ് വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ക്യൂ സിസ്റ്റത്തിലൊക്കെ കുറെ മാറ്റമുണ്ട് അല്ലേ? മുമ്പ് പോയപ്പോ വളരെ ഇതായിട്ടാണ് പോകുന്നത്. പണ്ട് ഈ മണ്ഡപത്തിലൊക്കെ കൂട്ടം കൂടി നമുക്ക് ദർശനം കാണാൻ പറ്റുന്നില്ല, ദർശനം കിട്ടിയില്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അവര് നല്ല ക്യൂ സിസ്റ്റം ഉണ്ടാക്കി വടക്കേ നടയിൽ കൂടി കയറ്റിവിട്ട് ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അറിയില്ല. ഗുരുവായൂർ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ കുറച്ചുകൂടി സൗകര്യങ്ങൾ വരുത്താമായിരുന്നു. ക്ലീൻ ചെയ്യുന്ന കണ്ടോ? റോഡ് അടിച്ചു വരുന്ന കണ്ടോ? മേലേക്ക് പോകുന്ന റോഡാണ് ഇത്. അടിച്ചു വരുന്ന കണ്ടോ? അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരുമലയിലെത്തി. തൊഴുതിട്ട് വന്നു. നന്നായിട്ട് തൊഴുതല്ലേ? പിന്നെ ഏതോ വാഹനത്തില് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നുണ്ടായിരുന്നു. പൂജ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ വേദം ചൊല്ലുന്നുണ്ടായിരുന്നു. അകത്ത് കുറേ പേര് നന്നായിട്ട് ഒരു 10-15 പേര് ഓരോരുത്തരുടെ മുന്നിലും മൈക്ക് വെച്ചിട്ട് വേദം ചൊല്ലുന്നുണ്ടായിരുന്നു. നല്ല രസം കേൾക്കാൻ. എന്ത് രസം എന്നറിയാം. ഒരേ ശ്രുതിയിലും ഒരു പ്രത്യേക രീതിയിലല്ലേ വേദം ചൊല്ലുന്നത്. അത് ഓരോരുത്തരും ഒരേപോലെയാണ്, ഒരേ ശ്രുതിയിൽ വേദം ചൊല്ലുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒരു വൈബായിരുന്നു അല്ലേ? തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണത്. നന്നായിട്ട് തൊഴുതു. പിന്നെ അത് വേദം ചൊല്ലുന്ന TTD ചാനലിൽ ലൈവായിട്ട് പോകുന്നുണ്ടായിരുന്നു. അതെ, നമുക്ക് ഒന്നുകൂടെ അവിടെയൊക്കെ പോയി കണ്ടിട്ട് ഫോൺ എടുക്കാൻ രണ്ടാമത് റൂമിൽ പോയിട്ട് വന്നതാണ്. അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും അമ്പലത്തിൻ്റെ പരിസരത്തിലൊക്കെ ഒന്ന് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ദൂരെ സഹസ്രദീപാലങ്കാരം കാണാം. ഞങ്ങൾ ഇപ്പം ഭഗവാനെ പുറത്തേക്ക് വാഹനത്തിൽ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതൊക്കെ കണ്ടു. ഭയങ്കര ഭാഗ്യമല്ലേ? കറക്റ്റ് നമ്മളിവിടെ വന്നപ്പോൾ ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റി. ഇവിടെ ഒരു പാട്ടും ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പം ഇനി റൂമിൽ പോയിട്ട് നമുക്ക് താഴേക്ക് പോകാം അല്ലേ? അങ്ങനെ തിരുമലയിൽ നിന്ന് തൊഴുത് താഴെ തിരുപ്പതിയിലെത്തി. എപ്പോഴും ഇവിടെ വരുമ്പം ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഗരുഡൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്, വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. അതുപോലെ ഇത്തവണയും ഫോട്ടോ എടുത്തു, അതുപോലെ വീഡിയോ എടുത്തു. നമുക്ക് തിരിച്ച് റൂമിൽ പോകാം അല്ലേ? എന്തായാലും നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. ഭയങ്കര സന്തോഷം. ഹലോ,
അപ്പം നെക്സ്റ്റ് ഡേ രാവിലെ ഇന്ന് ഞങ്ങളൊന്ന് കാളഹസ്തിയിലൊന്ന് പോയി തൊഴുതിട്ട് വരാൻ പോവുകയാണ്. എല്ലാവരും റെഡിയായി. ഇന്ന് കാളഹസ്തിയിലൊന്ന് പോയി തൊഴുതിട്ട് വരാം. അത് ഇനി വൈകുന്നേരം പറ്റുകയാണെങ്കിൽ ലക്ഷ്മി കോവിലും ഗോവിന്ദരാജപുരം അവിടെയും പോവാം. ഇന്ന് ഇതാണ് ഞങ്ങളുടെ സാരി. ഞങ്ങളുടെ സാരി ഇഷ്ടമായോ? ഇത് ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പ ഇതാണിത്, കുർത്തയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പ ഇന്ന് എഴുന്നേറ്റ് കാണിക്കട്ടെ. എഴുന്നേറ്റ് കുർത്തയാണ് ഇട്ടിരിക്കുന്നത്. ഇതെന്തിനാ? ഇവിടെ തണുപ്പൊന്നും ഇല്ല. ഇട്ടു കുഴപ്പമില്ല. കഷ്ടമാണ്. കാറിൽ AC പറ്റില്ല. AC ഇടുമ്പോൾ സ്വെറ്ററൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം അവിടെ പോയിട്ട് കാണാം. തിരുപ്പതിയിൽ വന്നാൽ PS4 എന്തായാലും വരണമല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ PS4 വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് രമേശനു? ഇവിടെ മിനി ടിഫിനാണ്. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? കഴിക്കുന്നതിൻ്റെ തിരക്കിൽ വീഡിയോ എടുക്കാൻ മറന്നു. എന്തൊക്കെയായിരുന്നു ശ്രേയ? എന്തൊക്കെ ഉണ്ടായിരുന്നു? മസാല ദോശ, ഒരു ചെറിയൊരു മസാല ദോശ ഉണ്ടായിരുന്നു. പൂരി വിത്ത് മസാല, പിന്നെ ഇഡ്ഡലി, പിന്നെ വട, കേസരി, പൊങ്കൽ. മസാല ദോശ, പൂരി മസാല, പിന്നെ ഇഡ്ഡലി, പൊങ്കൽ, വട, പിന്നെ കേസരി ഉണ്ട്. പിന്നെ 4 ടൈപ്പ് ചട്നി ഉണ്ട്. ഈ ചട്നി ഉണ്ട്, ഈ ചട്നി പുതിന ചട്നി, തേങ്ങാ ചട്നി, തക്കാളി ചട്നി, പിന്നെ പൊടി ഉണ്ടായിരുന്നു, ദോശപ്പൊടി. അത് ഗോപുരം കണ്ടോ? മേളിൽ കാണാം ശിവനും പാർവതി ഇരിക്കുന്ന. സൂം ചെയ്ത് ഒന്ന് നോക്കൂ. തിരുപ്പതിയിൽ പോകുമ്പോൾ നാമം വരയ്ക്കില്ലേ, അതേപോലെ ഇവിടെ വന്നപ്പോൾ ഈ പയ്യൻ എനിക്ക് ഈ ഒരു പൊട്ടി തൊട്ട് വന്നു കേട്ടോ. പേരെന്നാ? കാലാവസ്ഥ അകത്തിനുള്ളിൽ പോയി തൊഴാൻ പോവാണ്. അകത്ത് അലൗഡ് അല്ല ഫോൺ. ഇവിടെ വരെ നിങ്ങൾ കണ്ടോളൂ. അകത്ത് ഫോൺ അലൗഡ് അല്ല കേട്ടോ. ഞങ്ങൾ അകത്ത് പോയി തൊഴുതു. നന്നായി ദർശനമൊക്കെ കിട്ടി. തിരുപ്പതിയിൽ വരുമ്പോഴെല്ലാം കാലാവസ്ഥയിലും വരാറുണ്ട്. ഭയങ്കര ഒരു ഭാഗ്യം നന്നായിട്ട് വരാൻ സാധിച്ചത്. രാവിലെ കാളഹസ്തിയിൽ തൊഴുതിട്ട് വന്നു. ഇപ്പോൾ വൈകുന്നേരം ഇനി നമുക്ക് പത്മാവതി കോവിലിൽ തൊഴുതിട്ട് വരാം. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. ഇന്ന് ഇതാണ് ഇന്ന് ഞങ്ങളുടെ സാരി. ഇത് നമ്മുടെ സാരി. ടെമ്പിൾ ബോർഡറൊക്കെയാണ് ഇന്ന് അമ്മ. അങ്ങനെ പത്മാവതി കോവിലിൽ തൊഴുത് കഴിഞ്ഞു. പെട്ടെന്ന് പോയി തൊഴാൻ പറ്റി അല്ലേ? നന്നായിട്ട് അടുത്ത് നിന്ന് തൊഴുതു. പിന്നെന്താ, റഷ് കുറയാൻ തുടങ്ങി. ഇന്ന് പക്ഷേ ട്യൂസ്ഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ശരിക്കും. പക്ഷെ നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് ദർശനമൊക്കെ കിട്ടി. അങ്ങനെ 2 ക്ഷേത്രത്തിൽ ഇന്ന് തൊഴുതു. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ വീണ്ടും PS4 അല്ലേ? പണ്ടൊരു സപ്തവർണ്ണ കാഴ്ചകളിൽ PS4-ലെ ഈ ഒരു മെനു ഞാൻ വീഡിയോ ചെയ്തിരുന്നു. വെജിറ്റേറിയൻ വിഭവങ്ങൾ തന്നെ ഒരുപാട് വെറൈറ്റീസ്. MSMയുടെ ഒരു സ്റ്റാച്ചു ഇരിക്കുന്നുണ്ടോ? നെക്സ്റ്റ് ഡേ രാവിലെ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇന്നലെ രാത്രി തിരുമലയിൽ നിന്ന് താഴെ തിരുപ്പതി വന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു. എന്നിട്ട് ഇന്ന് രാവിലെ ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്.
അതിന് മുമ്പ് വേറൊരു സംഭവം കാണിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു സൂട്ട് കേസിൻ്റെ കാര്യം. ആ സൂട്ട് കേസിൽ ലഡ്ഡു വെച്ചിട്ടുണ്ട്. ഇപ്പം സൂട്ട് കേസിൽ മറ്റേ ഇത് കോയിൻസൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഇപ്പോൾ സൂട്ട് കേസിൽ തിരുപ്പതി ലഡ്ഡു വെച്ചിരിക്കുകയാണ്. തിരുപ്പതി ലഡ്ഡു മാത്രമല്ല കേട്ടോ ഇതിനകത്തുള്ളത്. കാളഹസ്തി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങി ലഡ്ഡു. പിന്നെ എവിടെ പത്മാവതി കോവിലിൽ നിന്ന് ലഡ്ഡു വാങ്ങി. അങ്ങനെ കുറേ. പിന്നെ ഓഫ് കോഴ്സ് തിരുപ്പതി ലഡ്ഡുവും ഉണ്ട്. സ്പെഷ്യൽ ദർശനമായിരുന്നു, അതുകൊണ്ട് കുറച്ച് ലഡ്ഡു കുറച്ച് കൂടുതൽ കിട്ടി അല്ലേ. എന്തായാലും അത് കാണിക്കാം ഈ സൂട്ട് കേസിൽ വെച്ചത്. ഇതാണ് ഇതിങ്ങനെ പൊട്ടാതെ വെക്കാം. ഇതൊക്കെ വലിയ ലഡ്ഡുവാണ്. ഇതെല്ലാം വലിയ ലഡ്ഡു. കുറച്ച് ചെറിയ ലഡ്ഡു ഉണ്ട്. ഇതും വലിയ ലഡ്ഡുവാന്ന് തോന്നുന്നല്ലേ. പിന്നെ ചെറിയ ലഡ്ഡുകൾ. ഓക്കെ. എന്തായാലും ഈ സൂട്ട് കേസ് ഇതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചോളൂ. ഇനിയും തിരുപ്പതി വരുമ്പോൾ നമുക്ക് ലഡ്ഡു കൊണ്ടുപോകാം. ആ ബാഗിൽ പിന്നെ മേളിൽ അതിൻ്റെ മേളിൽ വേറെ സാധനം വെച്ചാലോ അല്ലെങ്കിൽ അത് ഞെങ്ങിപ്പോവും അല്ലേ. ഓക്കെ. എന്നാലും അതെ ലഡ്ഡു ഇങ്ങനെ തന്നെ കൊണ്ടുപോകാനൊരു രസം. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം അല്ലേ. കാരണം വീട്ടിൽ തിരിച്ച് രാത്രിയാവും എത്തുമ്പോൾ. അപ്പോൾ തളർന്നു പോകും. നമുക്കിപ്പോൾ തന്നെ എൻഡ് ചെയ്യാം വീഡിയോ. എല്ലാം നന്നായിട്ട് നടന്നു അല്ലേ. നന്നായിട്ട് തൊഴുതു. നല്ലൊരു സ്റ്റേയും ആയിരുന്നു ഇവിടെ. നല്ലൊരു അപ്പാർട്ട്മെൻറ്റായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗോവിന്ദ ഗോവിന്ദ.